സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ആർദ്ര കേരള പദ്ധതിയിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഒന്നാം സ്ഥാനം നേടിയതിൽ എല്ലാ ആശുപത്രി സൂപ്രണ്ടുമാരെയും അഭിനന്ദിക്കുന്ന ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ് നിറണാക്കുന്നേൽ ജീവിതശൈലി രോഗങ്ങൾ, ശുചിത്വ പ്രവർത്തനങ്ങൾ, മറ്റ് അണുബാധ രോഗങ്ങളിൽ നിന്നൊക്കെ എത്രമാത്രം ജില്ലയെ പരിപാലിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവാർഡ് നിർണയമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. നമുക്ക് പ്രത്യേകിച്ച് അതിനകത്ത് എടുത്തു പറയേണ്ടത് ആയുർവേദ രംഗത്ത് സ്പോർട്സ് ആയുർവേദ ട്രീറ്റ്മെന്റ് ജില്ലാ ആശുപത്രി ആയുർവേദ ആശുപത്രി കൊടുക്കുന്നുണ്ട്. ഈ സംസ്ഥാനത്തോ അതുപോലെ തന്നെ മറ്റ് മേഖലകളിൽ നിന്നോ അല്ലെങ്കിൽ ജില്ലയിൽ നിന്നും വരുന്ന സ്പോർട്സ് താരങ്ങളെ പരിക്ക് പറ്റിയാൽ ഒരു ഓപ്പറേഷൻ ഒന്നും കൂടാതെ അവരെ അതിൽ നിന്ന് ആ രോഗത്തിന് പൂർണ്ണമായിട്ട് വിമുക്തമാക്കുവാൻ ജില്ലാ ആയുർവേദ ആശുപത്രി കഴിഞ്ഞിട്ടുണ്ട്. ഇത് വളരെയേറെ സന്തോഷപ്രദമായ ഒരു കാര്യമാണ്. അതുപോലെ നമുക്കറിയാം, ഈ അവാർഡ് കരസ്ഥമാക്കുമ്പോൾ നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ, അതുപോലെ ശുചിത്വമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, മറ്റ് അണുബാധ രോഗങ്ങളിൽ നിന്നൊക്കെ ഈ എത്രമാത്രം നമ്മളെ ഈ ജില്ലയെ പരിപാലിച്ചു എന്ന അടിസ്ഥാനത്തിലാണ് ഈ അവാർഡ് കരസ്ഥമാക്കിയിരിക്കുന്നത്. ഈ അവാർഡ് എല്ലാം നമുക്ക് ഇവിടെ വന്നപ്പം ഇതിന്റെ ഒരു മെഡിക്കൽ ടീം, സംസ്ഥാന സർക്കാർ നിയോഗിച്ച മെഡിക്കൽ ടീം ഈ ആശുപത്രിയൊക്കെ സന്ദർശിക്കുകയും നമ്മുടെ പരിമിതിക്കുള്ളിൽ, നമുക്കറിയാം ഇടുക്കി ജില്ലയെ സംബന്ധിച്ചോളം അവികസിത ജില്ലയാണ്. പക്ഷേ ഈ പരിമിതിക്കുൾ നിന്നുകൊണ്ട് ഇത്രയേറെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചതിനാണ് സംസ്ഥാന സർക്കാരിന്റെ ഒന്നാം സ്ഥാനം ജില്ലാ പഞ്ചായത്ത് കരസ്ഥമാക്കുന്നത്. അതിന് പ്രത്യേകിച്ച് നേതൃത്വം കൊടുക്കുക ഈ എല്ലാ ആശുപത്രി സൂപ്രണ്ടുമാരെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ജില്ലാ പഞ്ചായത്തിന്റെയും അതുപോലെ തന്നെ അതിലെ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുടെയും അതുപോലെ നിർവഹണ ഉദ്യോഗസ്ഥരുടെ എല്ലാം വലിയ പിന്തുണ ഇതിന് ലഭിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം ഹോമിയോ ആശുപത്രിയുടെ ഒരു അവാർഡ് ഉണ്ടായിരുന്നു. അത് നമുക്കറിയാം കായികൽപ്പ അവാർഡാണ്. അതും ജില്ലാ പഞ്ചായത്തിന് 4ാം സ്ഥാനം കരസ്ഥമാക്കുവാൻ